അപ്പൊ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഷാൻ റഹ്മാൻ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഈ വിഷയത്തിൽ ഷാൻ ആദ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഷാനിന്റെ പ്രതികരണം പുറത്തു വന്ന ഉടനെ തന്നെ ഷാനിൽ നിന്നും തട്ടിപ്പിനിരയായി എന്ന് അവകാശപ്പെടുന്ന ഒറോറ ഇവന്റ് മാനേജ്മെന്റിന്റെ ഉടമയായിട്ടുള്ള നിജു രാജും ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. രണ്ടുപേരുടെയും പ്രതികരണത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ സംഭവത്തെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കായി ചെറിയൊരു ഡീറ്റെയിലിംഗ് തരാം. ഫെബ്രുവരിയിൽ ഷാൻ റഹ്മാന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഒരു മ്യൂസിക് ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഉയര എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. ഇതിൽ പ്രൊഡക്ഷൻ ഏറ്റെടുത്തത് നിജു രാജിന്റെ ഒറോറ കമ്പനി ആയിരുന്നു. അങ്ങനെ ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം 38 ലക്ഷത്തോളം രൂപ നിജു രാജിന് ചെലവ് വന്നു. പക്ഷെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഷാൻ റഹ്മാൻ കൈമലർത്തി. പൈസ ഒന്നും കൊടുത്തില്ലെന്ന് മാത്രമല്ല നിജുവിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ആരോപണം. അങ്ങനെ ഷാനിനെതിരെ നിജു വഞ്ചന കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പൊ പ്രതികരണവുമായി ഷാൻ റഹ്മാൻ വന്നിട്ടുള്ളത്. നിജുവും ഷാനും ആദ്യമായി പരിചയപ്പെടുന്നത് ഉയര എന്ന മ്യൂസിക് ഇവന്റുമായി ബന്ധപ്പെട്ടാണ്. ദുബായിലാണ് ആദ്യമായി ഷാൻ ഉയര എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് വളരെ ഹിറ്റായി. അങ്ങനെയാണ് നാട്ടിൽ ഇതേ പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഷാൻ തീരുമാനിക്കുന്നത്. അതിന് മ്യൂസിക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഉദയ പ്രോ എന്ന് പറയുന്ന കമ്പനിയെ ഷാൻ കോൺടാക്ട് ചെയ്തു. ഈ ഉദയ പ്രോയുടെ സിഇഒ ആയിരുന്നു ഈ പറയുന്ന നിജു രാജ്. അങ്ങനെ ഇവര് തമ്മിൽ ഒരു അഗ്രിമെന്റ് ഒക്കെ എത്തി. ഒരു വലിയ പരിപാടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ സ്പോൺസർമാരുടെ ലഭ്യത കുറവ് കാരണം പരിപാടി മുടങ്ങി. അതിനുശേഷമാണ് കൊച്ചിയിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു മ്യൂസിക് പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു എൻക്വയറി ഷാനിന് വരുന്നത്. മറ്റേ പരിപാടി ഏതായാലും മുടങ്ങിയല്ലോ. ഈ പരിപാടി ആണെങ്കിൽ ചെറിയ പരിപാടിയുമാണ്. അങ്ങനെ ആയപ്പോൾ നിജു രാജ് എന്താക്കി, ഈ പരിപാടി ഞാൻ പ്രൊഡക്ഷൻ ചെയ്തോളാം എന്ന് ഷാനോട് പറഞ്ഞു. അങ്ങനെയാണ് നിജുവിന്റെ ഒറോറ എന്ന കമ്പനി ചിത്രത്തിലേക്ക് വരുന്നത്. ബാക്കി കാര്യങ്ങൾ ഷാൻ തന്നെ പറയുന്നത് നമുക്ക് കേട്ടോക്കാം. അപ്പൊ നിജുരാജ് ആണ് പറയുന്നത് അദ്ദേഹത്തിന് വേറൊരു കമ്പനി ഉണ്ട്, ഒറോറ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് ഈ 25 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ ഷോ അനൗൺസ് ചെയ്തു. അങ്ങനെ ഡിസംബർ 1st വീക്കായി, ഡിസംബർ 2nd വീക്കായി. നിജുയുടെ സൈഡിൽ നിന്ന് എഗ്രിമെന്റ് ഇല്ല, ഒരു അഡ്വാൻസ് പേയ്മെന്റ് പോലും ഇല്ല. നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടും ചെയ്തു. നമ്മുടെ സൈഡിൽ നിന്ന് എക്സ്പെൻസസ് വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ നിജുവിനോട് ചോദിച്ചു, നിജു ഈ 25 lakhs ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒന്ന് 35 lakhs ആക്കാൻ പറ്റുമോ? കാരണം നമ്മുടെ സൈഡിൽ എക്സ്പെൻസസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പൊ അതിന് അദ്ദേഹം എഗ്രി ചെയ്തില്ല. പകരം നമുക്ക് പ്രോഫിറ്റിന്റെ ഷെയറിംഗ് മാറ്റാം എന്ന് രണ്ടുപേരും മ്യൂച്വലി എഗ്രി ചെയ്തു. അതായത് നേരത്തെ 70-30 എന്നായിരുന്നു, 70 നിജു 30 നമ്മൾ എന്നുള്ളത്. അത് മാറിയിട്ട് 60-40 മാറി. 60 നിജുവിനും 40 നമുക്കും. അങ്ങനെ ജനുവരി 14 ആയി. നിജു എഗ്രിമെന്റും തരുന്നില്ല, പൈസയും തരുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നിജുവിന് അയച്ചു കൊടുത്തു. അപ്പൊ പുള്ളി ജനുവരി 16 ഒരു 5 ലക്ഷം രൂപ എന്റെ കമ്പനിയിലേക്ക് ഇട്ടു. അപ്പൊ ഈ ഒരു 5 ലക്ഷം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ലക്ഷത്തിന് പറ്റി പുള്ളി FIR മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിയുടെ മൊഴിയിലും, പോലീസിന് പുള്ളി കൊടുത്ത മൊഴിയിലും ഇങ്ങനെ ഈ 5 ലക്ഷം പ്ലസ് GSTയുടെ ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ 24 ഷോയുടെ തലേ ദിവസം ആ വെന്യൂവിൽ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത്. അതായത് ഉദയ പ്രോ അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അത് നമ്മളിൽ നിന്നത് മറച്ചു വെച്ചു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, സംഭവം പ്രൊഡക്ഷൻ കമ്പനി മാറിയത് ഷാനിനെ അറിയിക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം ഷാനാണല്ലോ ഈ പരിപാടിയുടെ മെയിൻ ആളെന്ന് പറയുന്നത്. പക്ഷെ അറിയിക്കാതിരുന്നത് ഷാൻ പറയുന്നത് പോലെ അത്ര വലിയ കൊടും ചതിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഇപ്പൊ പരിപാടി നടക്കുക എന്നുള്ളതാണല്ലോ പ്രയോറിറ്റി. നിജുരാജ് അത് ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുമുണ്ട്. അയാളുടെ സ്വന്തം കമ്പനിയായ ഒറോറയുടെ പേരിൽ പരിപാടി നടത്തണം എന്നായിരുന്നു അയാളുടെ ആഗ്രഹം. പക്ഷെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അത് നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവണം മറ്റു പ്രൊഡക്ഷൻ കമ്പനികളുടെ സഹായം അയാൾ തേടിയത്. ഒരു പരിപാടി ഏറ്റെടുത്തിട്ട് അത് പണമില്ലാത്തത് കാരണം നടത്താനായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആ കമ്പനിക്ക് തന്നെ ചീത്തപ്പേരാവല്ലോ. പിന്നീട് മറ്റു പരിപാടികളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാവണം പ്രൊഡക്ഷൻ മാറിയ വിവരം ഷാൻ അറിയിക്കാതിരുന്നത്. എന്തായാലും ബാക്കി കേട്ടോക്കാം. അപ്പൊ ഇതൊരു രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ കമ്പനി, അതായത് ഇപ്പോൾ ഉദയ പ്രോ അല്ലാന്ന് നമുക്ക് മനസ്സിലായല്ലോ, നമ്മളെ അറിയിച്ചതുമില്ല. ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലാതെ ഉയരയുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടല്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം ഉയരയുടെ പാർട്ട്ണറാണ്. കാരണം പോസ്റ്റിൽ പേരുണ്ട്, പുള്ളിയുടെ ടാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസിന് പുള്ളി മാറി. അപ്പൊ ഇതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഉയരെ ഷോ കഴിഞ്ഞു. നമ്മുടെ സൈഡിലുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നിജു ഒരു 45 ലക്ഷത്തിന്റെ ഒരു ബില്ലുമായിട്ട് വന്നു. അപ്പൊ ഇത് എന്തിന്റെ ബില്ലാണെന്ന് റൈറ്റിംഗിൽ തരാൻ പറഞ്ഞു. കാരണം മനസ്സിലായില്ല. അപ്പം റൈറ്റിംഗിൽ വന്നപ്പം അത് ഈ 45 ലക്ഷം എന്നുള്ളത് 47 പിന്നീട് അത് 51. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിജു പാർട്ട്ണറാണ്. പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റും ചെയ്തില്ല. എന്നിട്ട് ഈ പറയുന്ന പോലെ നിജുയുടെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണത്?
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിജു ബില്ലുമായി വന്നപ്പോൾ പൈസ കൊടുത്തില്ല എന്ന് ഷാൻ തന്നെ ഇവിടെ തുറന്ന് സമ്മതിക്കുകയാണ് അല്ലെ. എന്തൊക്കെയോ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആ ന്യായങ്ങളൊന്നും ഇവിടെ വാലിഡ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടുക്കാനുള്ള പൈസ കൊടുക്കന്നെ വേണ്ടേ? നിജുവിന്റെ കയ്യിൽ നിന്ന് ചെലവായ പൈസ അയാൾ ചോദിച്ചിട്ടുള്ളൂ. അയാൾ പുട്ടടിച്ച പൈസ അല്ലല്ലോ ഷാനോട് ചോദിച്ചത്. ഷാന്റെ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ചെലവായ പണമല്ലേ. പൈസ എങ്ങനെയും ഉണ്ടാക്കിയതാവട്ടെ, പ്രൊഡക്ഷൻ കമ്പനി ഏതെങ്കിലും ആവട്ടെ, പണം മുടക്കിയത് നിജു തന്നെയാണല്ലോ. ആ പരിപാടിയുടെ ടിക്കറ്റ് വിറ്റ വകയിൽ ഏകദേശം 40 ലക്ഷം രൂപയും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് വകയിൽ 25 ലക്ഷം രൂപയും ഷാനിന്റെ കയ്യിലുണ്ട്. അതായത് പരിപാടിയിൽ നിന്ന് ലഭിച്ച ഇൻകം മുഴുവനും ഷാന്റെ കയ്യിലാണ്. ഷാൻ തന്നെ പറയുന്നത് നിജു പാർട്ണർ ആണ്. അങ്ങനെയെങ്കിൽ പാർട്ണർക്ക് കൊടുക്കേണ്ട പൈസയെങ്കിലും കൊടുക്കണ്ടേ? പരിപാടിയുടെ വരുമാനത്തിൽ നിന്നും 60% നിജുവിനും 40% ഷാനിനുമാണെന്നുള്ളതായിരുന്നു അഗ്രിമെന്റ്. ആ ഷെയർ കൊടുക്കാൻ ഷാൻ എന്താണ് തയ്യാറാവാത്തത്? പ്രൊഡക്ഷൻ കമ്പനി മാറിയത് അറിഞ്ഞില്ല, ഡ്രോൺ പറത്താനുള്ള അഗ്രിമെന്റ് നിജു വാങ്ങില്ല എന്ന ന്യായങ്ങളൊന്നും ഇവിടെ വില പോകില്ല. ഇനി നിജു പറഞ്ഞ എമൗണ്ടിലാണ് എന്തെങ്കിലും സംശയമെങ്കിൽ ആ എമൗണ്ട് ഒക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. പാർട്ണർ എന്ന നിലയിൽ ഓരോ കണക്കും കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഷാനും കൂടി ഉള്ളതാണല്ലോ. നിജു ഇവിടെ കണക്കിൽ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആൾ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിലൊന്നും തർക്കമില്ല. എന്തായാലും കേസായതല്ലേ, അതിനൊക്കെ ഒരു തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ പരിപാടിയുടെ സൗണ്ട് സൈൻ ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വെൻഡേഴ്സിന്റെ തുക താൻ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നും എന്നാൽ നിജു അത് മുടക്കിയെന്നുമൊക്കെ ഷാൻ തുടർന്ന് പറയുന്നുണ്ട്. ഈ വെൻഡേഴ്സിനെ ഓർഗനൈസ് ചെയ്തത് നിജു ആണ്. അപ്പൊ ആക്ച്വലി ആളുടെ കണക്കൊക്കെ തീർക്കേണ്ടത് നിജു വഴിയാണ്. പക്ഷെ ഇവിടെ ഷാൻ അത് നേരിട്ട് സെറ്റിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. ഒരൊറ്റ പൈസ പോലും നിജുവിന്റെ കയ്യിൽ എത്തരുതെന്ന് ഷാൻ ഒരു നിർബന്ധമുള്ളത് പോലെ അല്ലെ. എന്തായാലും ഇതിന് മറുപടിയായി നിജു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി കേട്ട് നിർത്താം. ഞാൻ കണ്ടല്ലോ, മനസ്സിലായി. അതിനകത്ത് ബ്രോ അവര് അയച്ചേക്കുന്ന സാധനം മീൻസ് ആ വീഡിയോ കണ്ടന്റ് ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല, അവരുടെ ലാഭോ പ്രോഫിറ്റോ ഒന്നുമല്ല പണിയെടുത്ത കാശാണ് ചോദിച്ചത്. മനസ്സിലായി. ഓക്കെ, അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളോ, അവർ പ്രൂഫ് പോലും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത്. പക്ഷെ അതിനകത്ത് അവർ പറയുന്നുണ്ട് ഞാൻ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡക്ഷനും ചെയ്തു കൊടുക്കാന്നൊരു വേർഡ് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. എവിഡൻസ് ഉണ്ട്. ഞാൻ ബ്രോയ്ക്ക് അയച്ചത്. എന്നോട് പറഞ്ഞ അവർ ഉയരയുടെ കോസ്റ്റ്, ഞങ്ങളുടെ കോസ്റ്റ് 25 ലക്ഷം രൂപ ലാൻഡ് ഡീലാണെന്ന് പറഞ്ഞേക്കുന്നത്. ശരി. ലാൻഡ് ഡീൽ മീൻസ് അവരുടെ ടോട്ടൽ സിംഗേഴ്സിന്റെ കോസ്റ്റ്, അവരുടെ ട്രാവല്, അവരുടെ അക്കോമഡേഷൻ, അവരുടെ ഫുഡ്, എവറിത്തിങ്, അവരുടെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് എവറിത്തിങ്. അതായത് നമ്മളൊരു ഷോ ചെയ്യുമ്പോൾ നമ്മളൊന്നും അറിയണ്ട, ഒരു ടീം വന്ന് ഷോ ചെയ്തിട്ട് അവർ പോകും. അങ്ങനെയാണ് ലാൻഡ് ഡീലായിട്ടാണ് എന്നോട് പറഞ്ഞ് 25 lakhs ആണ് അവർ ഉയരുടെ കോസ്റ്റ്. ശരി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞൊരു കാര്യം, അവര് മിനിമം 35 lakhs സ്പോൺസർഷിപ്പ് ഇതിൽ കൊണ്ടുതരാം. എന്നിട്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് ഞങ്ങൾ നോക്കാം. അതിന് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് 40% വേണമെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനും പ്രൂഫ് ഉണ്ട്. കാരണം ഞാൻ അയച്ച മെസ്സേജിൽ എനിക്ക് അയച്ചു തന്ന മെസ്സേജ് അത് വാട്സാപ്പിൽ കിടപ്പുണ്ട്. ഞാൻ അത് വേണമെങ്കിൽ ബ്രോയ്ക്ക് ഇപ്പൊ ഷെയർ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഒരു കള്ളത്തരവും പറയുന്നില്ല. ഇതൊരു പാറ്റേൺ ആണ്. ഇവരെ ഫസ്റ്റ് ഉയരെ ദുബായ് ചെയ്തു എന്ന് പറഞ്ഞു. ദുബായ് ചെയ്തപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചെയ്തത് എല്ലാവരോടും. ആണല്ലേ? അതെ. അപ്പം ഇനി രണ്ടാമത് ഞാനിവിടെ കൊച്ചിയിൽ ഞാൻ പറ്റിക്കപ്പെട്ടു. ഇനി അടുത്തൊരാളെ പറ്റിക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തുടർന്നും ഒരുപാട് കാര്യങ്ങൾ നിജു പറയുന്നുണ്ട്. ടോട്ടൽ ഒരു 10-15 മിനിറ്റോളമുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്. എല്ലാം കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ഏറ്റവും കാതലായ ഭാഗമാണ് നിങ്ങളിപ്പോ കേട്ടത്. ഷാൻ ഇവിടെ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയ കാര്യങ്ങളാണ് നിജു പറയുന്നത്. ഇത് ഷാന്റെ സ്ഥിരം പരിപാടിയാണെന്ന് വരെ പറയുന്നുണ്ട്. ദുബായിൽ നടത്തിയ ഈ ഷോയിലും ഇതേപോലെ ഷാൻ ആരൊക്കെയോ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിജു പറയുന്നത്. അങ്ങനെയെങ്കിൽ തട്ടിപ്പിനിരയായ ആളെ രംഗത്ത് കൊണ്ടുവരാനും നിജു തയ്യാറാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ തന്റെ ഭാഗത്താണ് ന്യായമെന്ന് സംശയം ഏതുമില്ലാതെ പബ്ലിക്കിന് മുന്നിൽ നിജുവിന് തെളിയിക്കാൻ കഴിയുമല്ലോ. വേറെയും ഒരുപാട് ആരോപണങ്ങൾ നിജു ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇത്രയും വലിയൊരു പരിപാടി നടത്തിയിട്ടും ഒരു അഗ്രിമെന്റ് പോലും ഇവർ വെച്ചിട്ടില്ല എന്നുള്ളത് രണ്ട് കൂട്ടരെയും സംശയത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. വിശ്വാസത്തിന് പുറത്താണ് അഗ്രിമെന്റ് വെക്കാത്തത് എന്നാണ് നിജു പറയുന്നത്. എന്തായാലും സത്യം തടയട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.